ഇപ്പോൾ വനം മന്ത്രി എ.കെ. ശശീന്ദ്രൻ മാധ്യമങ്ങളെ കാണുകയാണ്. ഈ മേഖലകളിൽ പ്രത്യേകമായി ഫെൻസിംഗ് നടപടികൾ തുടങ്ങാനുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് പ്രതിരോധത്തിൻ്റെ ഭാഗമായി ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. രണ്ടാമത്തെ കാര്യം കുടുംബവുമായി ബന്ധപ്പെട്ടതാണ്. കുടുംബനാഥൻ നഷ്ടപ്പെട്ടത് മൂലമുള്ള നഷ്ടം ഒന്നുകൊണ്ടും പരിഹരിക്കാനാവില്ല. കാരണം ജീവന് പകരം മറ്റൊന്നും വെക്കാനില്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷേ ആശ്വാസ നടപടികൾ എന്നുള്ള നിലയിലാണ് സർക്കാർ 10 ലക്ഷം രൂപ ധനസഹായമായി പ്രഖ്യാപിച്ചിട്ടുള്ളത്. ആ സഹായധനം ഇതിനകം തന്നെ നൽകി കഴിഞ്ഞിട്ടുണ്ട്. കൂടുതൽ വേണമെന്നവരാവശ്യപ്പെട്ടിട്ടുണ്ട്. അത് തീർച്ചയായും ഗവൺമെൻറ് ഗൗരവത്തിൽ ആലോചിക്കാമെന്നാണ് ഇപ്പോൾ അത് സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളത്. അവർ ജോലി സംബന്ധിച്ച കാര്യം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. ആ കാര്യം ഇന്നും ഞങ്ങളിവിടെ ചർച്ച ചെയ്തു. സ്ഥിരം ജോലി എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ നിരവധി നിയമ നടപടികളുടെ ഭാഗമായി അത് നീണ്ടു പോകാനിടയുള്ളൊരു കാര്യമാണ്. അതിന് ഒരുപാട് തടസ്സമുണ്ടെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നാട്ടുകാർക്കും അറിയാം. അതുകൊണ്ട് ആ കുടുംബത്തിന് താല്പര്യമുണ്ടെങ്കിൽ ഏപ്രിൽ 1-ാം തീയതി മുതൽ 2 ആൺമക്കൾക്കും താൽക്കാല ജോലി നൽകുന്നതിനുള്ള തീരുമാനം ഇപ്പോൾ ഞങ്ങൾ എടുത്തിട്ടുണ്ട്. ഇതാണ് അത് സംബന്ധിച്ച്. പക്ഷെ അത് കുടുംബത്തിന് താല്പര്യമുണ്ടെങ്കിലും അവർക്ക് അടിച്ചേൽപ്പിക്കാനോ ഒന്നും ഉദ്ദേശിച്ചില്ല. അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും 1-ാം തീയതി മുതൽ അവർക്ക് ജോലിക്ക് ഹാജരാകാം. ഇതാണ് ഇന്നെടുത്തുള്ള തീരുമാനം. ഈ കാര്യത്തിൽ എല്ലാവരും സഹകരിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമുക്ക് ഏത് പ്രശ്നമുണ്ടെങ്കിലും ചർച്ചകളിലൂടെ പരിഹരിക്കാമെന്നതാണ് ഗവൺമെൻറ്റിൻ്റെ നിലപാട്. ആ നിലപാടുമായി എല്ലാവരും യോജിച്ചതായിട്ടാണ് കണ്ടിട്ടുള്ളത്. അതിലേതായാലും സന്തോഷമുണ്ട്. കഴിഞ്ഞ ദിവസം കോഴിക്കോട് കക്കയത്ത് കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ എബ്രഹാം എന്ന ഒരു കർഷകൻ മരിച്ചിരുന്നു. വനമന്ത്രി എ.കെ. ശശീന്ദ്രൻ ഇപ്പോൾ കോഴിക്കോട് കക്കയത്ത് സന്ദർശനം നടത്തിയ ശേഷമാണ് മാധ്യമങ്ങളെ കണ്ട് പ്രതികരിച്ചത്. എന്ത് കാര്യത്തിനും പരിഹാരം ഉണ്ടാക്കുക എന്നുള്ളതാണ് സർക്കാരിന്റെ നിലപാട്. ഒപ്പം തന്നെ ഈ മരിച്ച ആളുടെ മക്കൾക്ക് ഈ വരുന്ന ഏപ്രിൽ മുതൽ തന്നെ ജോലിക്ക് താല്പര്യമുണ്ടെങ്കിൽ പ്രവേശിക്കാമെന്നുള്ള കാര്യവും അദ്ദേഹം പറഞ്ഞു വെക്കുകയാണ്. ഇനി നമുക്ക്